ഹലോ ഓൾ, വെൽക്കം ടു ലൈഫ് സയൻസ് അക്കാഡമി. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ ബയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ സൈറ്റോസ്കെൽട്ടനെ പറ്റിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവുന്ന ഒരു ടോപ്പിക്കാണ് സൈറ്റോസ്കെലട്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു ഇന്റേണൽ സ്കെലട്ടൻ ഉള്ളതുപോലെ സെല്ലിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്റേണൽ സ്കെലട്ടൻ ഉണ്ട്. സെല്ലിന് അതിൻ്റെതായിട്ടുള്ള പല ആക്ടിവിറ്റീസുകളും പല ഫങ്ഷൻസുകളും ഒക്കെ നടക്കുവാനും അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്റേണൽ സ്കെലറ്റൽ സിസ്റ്റം ഉണ്ട്. അതിനെയാണ് നമ്മൾ സൈറ്റോസ്കെലറ്റൻ എന്ന് പറയുന്നത്. ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ആ സെല്ലിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചറും ആ ഒരു ഷേപ്പും ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ സൈറ്റോസ്കെലറ്റൻ ആണ്. ഓക്കെ, ഇറ്റ് ഗീവ്സ് സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ടു സെൽ. ഓക്കെ, ഓരോ സെല്ലിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചറും ഷേപ്പും ഉണ്ട്. അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള ആളാണ് സൈറ്റോസ്കെലറ്റൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ചില സെല്ലുകൾക്ക് സ്ട്രക്ചറൽ പൊളാരിറ്റി കൊടുക്കുന്നതിലും സൈറ്റോസ്കെലറ്റന് റോൾ ഉണ്ട്. പോളാർ സെൽ എന്ന് പറഞ്ഞാൽ എന്താ? പോളാർ സെൽ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലുകളെയാണ് നമ്മൾ പോളാർ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എപ്പിത്തീലിയൽ സെൽ എന്ന് പറയുന്നത് ഒരു പോളാർ സെല്ലിന് എക്സാമ്പിൾ ആണ്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെല്ലാണ്. ഓക്കെ, ഒരു ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയൽ സെല്ലാണ്. ഈ സെല്ലിനെ നോക്കുന്ന സമയത്ത് അതിന്റെ രണ്ട് എൻഡും ഡിഫറെൻ്റാ. ഈ എൻഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് എൻഡ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഇതുപോലെ ബ്രിസിൽ ലൈക്ക് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ട്. അതിനെ നമ്മൾ മൈക്രോവില്ലി എന്നൊക്കെ പറയും, നമുക്കറിയാം. അങ്ങനെ രണ്ട് എൻഡുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലുകളെയാണ് നമ്മൾ പോളാർ സെൽ എന്ന് പറയുന്നത്. ഒരു സെല്ലിന് സ്ട്രക്ചറൽ പൊളാരിറ്റി കൊടുക്കുന്നതിൽ അപ്പോൾ ആർക്ക് റോൾ ഉണ്ട്? നമ്മുടെ സൈറ്റോസ്കെലറ്റന് റോൾ ഉണ്ട്. പ്രൊവൈഡ് സ്ട്രക്ചറൽ പൊളാരിറ്റി ടു സെൽ. അത് മാത്രമല്ല, സെൽ ഡിവിഷനിൽ ഇൻവോൾവ് ആവുന്നുണ്ട്, സെൽ സിഗ്നലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. സെല്ലിന്റെ മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്. അപ്പൊ സെല്ലിന്റെ മോട്ടോർ ആക്ടിവിറ്റിയിലും ആർക്ക് റോൾ ഉണ്ട്? സൈറ്റോസ്കെലറ്റന് റോൾ ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ സെല്ലിന്റെ പ്രവർത്തനങ്ങളിലും ഇൻവോൾവ് ആവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ സൈറ്റോസ്കെലറ്റൻ എന്ന് പറയുന്നത്. അത്ര നിസ്സാരക്കാരനായ ഒരാളല്ല. സെൽ സിഗ്നലിങ്ങും അതുപോലെ തന്നെ സെൽ ഡിവിഷനും തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും റോളുള്ള ആളാണ് സൈറ്റോസ്കെലറ്റൻ. ആ സൈറ്റോസ്കെലറ്റനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള സൈറ്റോസ്കെലറ്റൽ പ്രോട്ടീൻ അല്ലെങ്കിൽ സൈറ്റോസ്കെലറ്റൽ എലമെന്റ്സുകളാണ് സെല്ലിലുള്ളത്. പ്രധാനമായും 3 ടൈപ്പ്. ഒന്നാമത്തെ ആളാണ് മൈക്രോഫിലമെന്റ്. നമുക്കറിയാം മൈക്രോഫിലമെന്റ്. രണ്ടാമത്തെ ആളാണ് മൈക്രോട്യൂബ്യൂൾ. അടുത്തയാളാണ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്. അപ്പൊ പ്രധാനമായും 3 തരത്തിലുള്ള സൈറ്റോസ്കെലറ്റൽ എലമെന്റ്സുകളാണുള്ളത്. മൈക്രോട്യൂബ്യൂൾസ്, മൈക്രോഫിലമെന്റ്സ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ്. ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ റെഡ് കളർ സ്ട്രക്ചർ എന്ന് പറയുന്നത് മൈക്രോഫിലമെന്റിന്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കയറ് പിരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ മൈക്രോഫിലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൈക്രോഫിലമെന്റിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 7 to 9 നാനോമീറ്റർ ആണ് മൈക്രോഫിലമെന്റിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോട്യൂബ്യൂൾസിലേക്ക് വരുമ്പോൾ ഒരു ട്യൂബുലാർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് മൈക്രോട്യൂബ്യൂൾ. ഏകദേശം 25 നാനോമീറ്റർ ഡയമീറ്റർ ആണ് മൈക്രോട്യൂബ്യൂളിൻ്റെത്. അതേസമയം ഇന്റർമീഡിയറ്റ് ഫിലമെന്റിലേക്ക് വരുമ്പോൾ ഏകദേശം 10 നാനോമീറ്റർ ആണ് ഇവരുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൈക്രോഫിലമെന്റ് ആണെങ്കിലും മൈക്രോട്യൂബ്യൂൾസ് ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ആണെങ്കിലും ഇവരെല്ലാം പോളിമേഴ്സുകളാണ്.
പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇൻഡിവിജ്വൽ സബ് യൂണിറ്റ്സുകൾ ഉണ്ടാകും. ആ സബ് യൂണിറ്റ്സുകൾ ജോയിൻ ചെയ്തിട്ടായിരിക്കും ഈ മൈക്രോ ഫിലമെന്റ് ആണെങ്കിലും മൈക്രോ ട്യൂബ്യൂൾസ് ആണെങ്കിലും ഒക്കെ ഫോം ചെയ്യുന്നത്. ആ ഇൻഡിവിജ്വൽ സബ് യൂണിറ്റ്സുകളെ നമ്മൾ മോണോമേഴ്സുകൾ എന്ന് പറയും. അപ്പൊ ആ മോണോമേഴ്സുകൾ ജോയിൻ ചെയ്തിട്ടാണ് മൈക്രോ ട്യൂബ്യൂളും മൈക്രോ ഫിലമെന്റും പോലെയുള്ള പോളിമർ സ്ട്രക്ചറുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണത് അല്ലേ. ഇത് നോക്കൂ, ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിൾ ആണ്. ഇതിനകത്ത് മേജർ സൈറ്റോസ്കെലറ്റൽ പ്രോട്ടീൻസുകളായ മൈക്രോ ഫിലമെന്റിന്റെയും മൈക്രോ ട്യൂബ്യൂൾസിന്റെയും ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സിന്റെയും ചില സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അത് നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മൈക്രോ ഫിലമെന്റ് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു മൈക്രോ ഫിലമെന്റ് ആണെങ്കിലും മൈക്രോ ട്യൂബ്യൂൾസ് ആണെങ്കിലും ഒക്കെ പോളിമർ സ്ട്രക്ചറുകളാണ്. അതായത് കുറെ മോണോമേഴ്സുകൾ ജോയിൻ ചെയ്തിട്ടായിരിക്കും ഇവര് ഫോം ചെയ്തിട്ടുണ്ടാവുക. ആ മോണോമർ, ഇപ്പം മൈക്രോ ഫിലമെന്റിന്റെ മോണോമറിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്റ്റിൻ. ആക്റ്റിൻ ആണ് മൈക്രോ ഫിലമെന്റിന്റെ മോണോമർ. എന്ന് പറഞ്ഞാൽ കുറെ ആക്റ്റിൻ സബ് യൂണിറ്റുകൾ ജോയിൻ ചെയ്തിട്ടായിരിക്കും മൈക്രോ ഫിലമെന്റ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, കുറെ ആക്റ്റിനുകൾ ജോയിൻ ചെയ്തിട്ടായിരിക്കും മൈക്രോ ഫിലമെന്റ് എന്ന് പറയുന്ന ആ പോളിമർ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവുക. ആക്റ്റിന് നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ജി ആക്റ്റിൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്ലോബുലാർ ആക്റ്റിൻ എന്ന് വിളിക്കാം. ജി ആക്റ്റിൻ അല്ലെങ്കിൽ ഗ്ലോബുലാർ ആക്റ്റിൻ. അപ്പൊ മൈക്രോ ഫിലമെന്റിന്റെ മോണോമർ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആക്റ്റിൻ ആണ്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ജി ആക്റ്റിൻ അല്ലെങ്കിൽ ഗ്ലോബുലാർ ആക്റ്റിൻ ആണ് മൈക്രോ ഫിലമെന്റിന്റെ മോണോമർ എന്ന് പറയണം. ഈ മൈക്രോ ഫിലമെന്റിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സൈറ്റോപ്ലാസം ആണ്. സൈറ്റോപ്ലാസത്തിലാണ് ഇവരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അടുത്ത കോളത്തിൽ തന്നിരിക്കുന്നത് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ആണ് മൈക്രോ ഫിലമെന്റിന്റെ. അപ്പോ ഈ മൈക്രോ ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആക്റ്റിൻ മോണോമേഴ്സുകൾ കൊണ്ടാണ് അല്ലെ. അപ്പൊ ഈ ആക്റ്റിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ആക്റ്റിന്റെ സ്ട്രക്ചറിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ATP കാണും. ആക്റ്റിന്റെ സ്ട്രക്ചറിൽ ATP ബൈൻഡിങ് ആയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അപ്പൊ അവരിൽ ATP കാണും. ആ ATPനെ ഹൈഡ്രോളൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ ATPനെ ക്ലീവ് ചെയ്ത് ADP ആക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ പ്രോസസ്സ് വഴി കിട്ടുന്ന എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും മൈക്രോ ഫിലമെന്റ് അതിന്റെ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് എൻസൈമാറ്റിക്, ഇവരുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ATPനെ ക്ലീവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്തത് അവരുമായി ചേർന്ന് കാണുന്ന പ്രോട്ടീൻസുകൾ, അസോസിയേറ്റഡ് പ്രോട്ടീൻസുകൾ, മൈക്രോ ഫിലമെന്റുമായി ചേർന്ന് കാണുന്ന ചില അസോസിയേറ്റഡ് പ്രോട്ടീൻസുകളുടെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് ഫിംബ്രിൻ, ഫിലമിൻ, ആൽഫ ആക്ടിനിൻ, സ്പെക്ട്രിൻ, ഡിസ്ട്രോഫിൻ, ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ. ഇത്രയും ആൾക്കാരാണ് മൈക്രോ ഫിലമെന്റുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് തന്നിരിക്കുന്നത് മോട്ടോർ പ്രോട്ടീൻസാ. ഈ മൈക്രോ ഫിലമെന്റ് നമ്മളൊരു പോളിമർ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ഈ പോളിമറിനെ ഒരു ട്രാക്ക് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ആ ട്രാക്കിൽ കൂടി മൂവ് ചെയ്യാൻ പറ്റുന്ന ചില പ്രോട്ടീൻസുകൾ ഉണ്ട്. ചില പ്രോട്ടീൻസുകൾ വെസിക്കിൾസിനെ ഒക്കെ ക്യാരി ചെയ്ത് ഈ മൈക്രോ ഫിലമെന്റ് എന്ന് പറയുന്ന പോളിമർ ട്രാക്കിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. ചില പ്രോട്ടീൻസുകൾ വെസിക്കിൾസിനെ ഒക്കെ ക്യാരി ചെയ്ത് ഈ ട്രാക്കിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻസുകളെയാണ് നമ്മൾ മോട്ടോർ പ്രോട്ടീൻസ് എന്ന് പറയുക. അപ്പൊ മൈക്രോ ഫിലമെന്റിനെ ഒരു ട്രാക്കായി യൂസ് ചെയ്ത് വെസിക്കിൾസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോട്ടീനാണ്, മോട്ടോർ പ്രോട്ടീൻ ആണ് മയോസിൻ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ ഫിലമെന്റുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന മോട്ടോർ പ്രോട്ടീൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് പറയണം? മയോസിൻ ആണെന്ന് പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും മൈക്രോ ഫിലമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മൈക്രോ ഫിലമെന്റ്. ഇനി നമുക്ക് മൈക്രോ ട്യൂബ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ മൈക്രോ ട്യൂബ്യൂളും ഒരു പോളിമർ ആണ്. അവർക്കൊരു ഇൻഡിവിജ്വൽ സബ് യൂണിറ്റ്സുകൾ ഉണ്ടാകും. ആ സബ് യൂണിറ്റ്സുകൾ ജോയിൻ ചെയ്തുണ്ടാകുന്ന പോളിമർ സ്ട്രക്ചർ ആണ് ഈ മൈക്രോ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈക്രോ ട്യൂബ്യൂളിന്റെ മോണോമർ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ട്യൂബുലിൻ ഡൈമർ ആണ്.
കേട്ടോ. ഇവരുടെ മോണോമർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡൈമറാ. എന്ന് പറഞ്ഞാൽ ആൽഫ ട്യൂബുലിൻ എന്ന് പറയുന്ന സ്ട്രക്ചറും ബീറ്റ ട്യൂബുലിൻ എന്ന് പറയുന്ന സബ് യൂണിറ്റും കൂടെ ചേർന്നിട്ട് ആൽഫ ബീറ്റ ട്യൂബുലിൻ ഡൈമർ ഫോം ചെയ്യും. അങ്ങനെ ഓരോ ആൽഫ ബീറ്റ ട്യൂബുലിൻ ഡൈമറുകളും ചേർന്നിട്ടാണ് ഈ മൈക്രോ ട്യൂബ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ മൈക്രോ ട്യൂബ്യൂളിന്റെ മോണോമർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൽഫ ബീറ്റ ട്യൂബുലിൻ ഡൈമർ ആണെന്ന് പറയണം. ഓക്കെ, മൈക്രോ ഫിലമെന്റിനെ പോലെ തന്നെ മൈക്രോ ട്യൂബ്യൂളും കാണുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ്. ഇവരുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി GTPനെ ക്ലീവ് ചെയ്യുക എന്നുള്ളതാണ്. മൈക്രോ ഫിലമെന്റ് നമ്മൾ പറഞ്ഞു ATPനെ ക്ലീവ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ ഇവർ GTPയെ ക്ലീവ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. ഇനി മൈക്രോ ട്യൂബ്യൂളുമായി കാണുന്ന അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിന്റെ പേര് നോക്കുവാണെങ്കിൽ ടോ, MAP2, MAP4, EB1, XMAP215, കൈനസിൻ 13, സ്റ്റാത്മിൻ, കാറ്റനിൻ. ഇതൊക്കെയാണ് മൈക്രോ ട്യൂബ്യൂളുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന പ്രോട്ടീൻ. ടോ, MAP2, MAP4, EB1, XMAP215, കൈനസിൻ 13, സ്റ്റാത്മിൻ, കാറ്റനിൻ തുടങ്ങിയ പ്രോട്ടീൻസുകൾ. അതുപോലെ മൈക്രോ ട്യൂബ്യൂളുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന അല്ലെങ്കിൽ മൈക്രോ ട്യൂബ്യൂൾസിനെ ട്രാക്കായി യൂസ് ചെയ്ത് അതിലൂടെ മൂവ് ചെയ്യുന്ന മോട്ടോർ പ്രോട്ടീൻ ആണ് കൈനസിൻ ആൻഡ് ഡയനിൻ. കൈനസിനും ഡയനിനും. അപ്പൊ മൈക്രോ ട്യൂബ്യൂളുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന മോട്ടോർ പ്രോട്ടീൻ കൈനസിനും ഡയനിനുമാണ്. മൈക്രോ ഫിലമെന്റുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് മയോസിൻ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ആളായ ഇന്റർമീഡിയറ്റ് ഫിലമെന്റിലേക്ക് വരാം. ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മൈക്രോ ട്യൂബ്യൂളിനെയും മൈക്രോ ഫിലമെന്റിന്റെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ് എന്ന് പറയുന്നത്. ഈ ഇന്റർമീഡിയറ്റ് ഫിലമെന്റിന് നമുക്ക് മൈക്രോ ഫിലമെന്റും മൈക്രോ ട്യൂബ്യൂൾസും ഒക്കെ പറഞ്ഞതുപോലെ എടുത്തു പറയാൻ പ്രത്യേകിച്ചൊരു സ്പെസിഫിക് ആയിട്ടുള്ള മോണോമർ ഒന്നുമില്ല. വെറൈറ്റി ഓഫ് പ്രോട്ടീൻസുകൾ കൊണ്ടാണ് ഈ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി മൈക്രോ ഫിലമെന്റ് ആണെങ്കിലും മൈക്രോ ട്യൂബ്യൂൾ ആണെങ്കിലും അവർ കാണുന്നത് സൈറ്റോപ്ലാസത്തിലാണ്, സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈറ്റോപ്ലാസത്തിലും കാണാൻ പറ്റും, ന്യൂക്ലിയസിലും കാണാൻ പറ്റും. രണ്ട് ലൊക്കേഷൻസിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർമീഡിയറ്റ് ഫിലമെന്റിനെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് എടുത്തു പറയാൻ തക്ക രീതിയിലുള്ള ATPയെ ക്ലീവ് ചെയ്യുക, GTPയെ ക്ലീവ് ചെയ്യുക എന്നതുപോലെയുള്ള എൻസൈമാറ്റിക് ആക്ടിവിറ്റീസുകളൊന്നും പറയുന്നില്ല. അവർക്ക് അങ്ങനെയുള്ള എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. അവരുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന പ്രോട്ടീൻ ഫാമിലിനെ നമ്മൾ പ്ലാക്കിൻസ് എന്നാ പറയുക. പ്ലാക്കിൻസ്, PLAKINS, പ്ലാക്കിൻസ് ഫാമിലി ഓഫ് പ്രോട്ടീൻ ആണ് ഇവരുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർമീഡിയറ്റ് ഫിലമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൈക്രോ ഫിലമെന്റിനും മൈക്രോ ട്യൂബ്യൂൾസിനും ഒക്കെ പറഞ്ഞതുപോലെ ഒരു മോട്ടോർ പ്രോട്ടീൻ ഒന്നും കാണുന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടും മൈക്രോ ഫിലമെന്റിൽ നിന്നും മൈക്രോ ട്യൂബ്യൂൾസിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് എന്ന് പറയുന്നത്. മോട്ടോർ പ്രോട്ടീൻ ഇല്ല, സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടി ഒരു എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഇല്ല, ഒരു സ്പെസിഫിക് മോണോമർ ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് ഓർത്ത് വെക്കേണ്ടത് മൈക്രോ ഫിലമെന്റിന്റെ മോണോമർ എന്ന് പറയുന്നത് ആക്ടിൻ ആണ്, മൈക്രോ ട്യൂബ്യൂളിന്റെ മോണോമർ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ട്യൂബുലിൻ ഡൈമർ ആണ്, മൈക്രോ ഫിലമെന്റുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന മോട്ടോർ പ്രോട്ടീൻ എന്ന് പറയുന്നത് മയോസിൻ ആണ്, മൈക്രോ ട്യൂബ്യൂളുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന മോട്ടോർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഡയനിനും കൈനസിനുമാണ്. അത്രയും കാര്യങ്ങളെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, സാധാരണയായിട്ട് യൂക്യാരിയോട്സിലാണ് വൈഡ്ലി ഈ സൈറ്റോസ്കെലറ്റൽ പ്രോട്ടീൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ റെയർ ആയിട്ട് പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിലും ഇത്തരം സൈറ്റോസ്കെലറ്റൽ ലൈക്ക് പ്രോട്ടീൻസുകൾ, യൂക്യാരിയോട്സിൽ കാണുന്ന സൈറ്റോസ്കെലറ്റൽ പ്രോട്ടീൻസുകൾക്ക് സിമിലർ ആയിട്ടുള്ള ചില പ്രോട്ടീൻസുകൾ പ്രോക്യാരിയോട്സിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾ ആണ് ഈ ഒരു ഫിഗറിൽ തന്നിരിക്കുന്നത്. ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയം എന്ന് പറയുന്നത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസില് FTSZ എന്ന് പറഞ്ഞ്
മാർക്ക് ചെയ്തിട്ടുണ്ട്, FTSZ. ഈ FTSZ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ മൈക്രോട്യൂബ്യൂൾ ലൈക്ക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. ഇതൊക്കെ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ യൂക്യാരിയോട്സിലെ സൈറ്റോസ്കെലറ്റൽ പ്രോട്ടീൻസുകൾക്ക് സിമിലർ ആയി പ്രോക്യാരിയോട്സിൽ കാണുന്ന പ്രോട്ടീൻസുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യം കാണിച്ചിരിക്കുന്നത് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ആളെയാ. അപ്പൊ ഇയാൾക്ക് FTSZ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ യൂക്യാരിയോട്ടിലെ മൈക്രോട്യൂബ്യൂൾ ലൈക്ക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. അടുത്തത് ഒരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയത്തെയാ കാണിച്ചിരിക്കുന്നത്, ഈക്കോളൈ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളാണ് ഈക്കോളൈ. അപ്പം ഈക്കോളൈ പോലെയുള്ള റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയത്തില് MREB എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ മാർക്ക് ചെയ്തിട്ടുണ്ട്. MREB. ഈ MREB എന്ന് പറയുന്നത് ആക്റ്റിൻ ലൈക്ക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്, അല്ലെങ്കിൽ മൈക്രോഫിലമെന്റസ് ലൈക്ക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് MREB എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു കേർവ്ഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയനെ തന്നിട്ടുണ്ട്. ആ ബാക്ടീരിയയുടെ പേരാണ് കോളോബാക്ടർ ക്രെസെന്റസ്. ഈ കോളോബാക്ടർ ക്രെസെന്റസ് എന്ന് പറയുന്ന ഈ കർവ്ഡ് ആയിട്ടുള്ള ഈ ബാക്ടീരിയയിലെ ക്രിസെന്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ക്രിസെന്റിൻ, CRESCENTIN, ക്രിസെന്റിൻ. ഈ ക്രിസെന്റിൻ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫിലമെന്റസ് ലൈക്ക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് യൂക്യാരിയോട്സിലെ സൈറ്റോസ്കെലറ്റൽ പ്രോട്ടീൻസുകൾക്ക് സിമിലർ ആയി പ്രോക്യാരിയോട്ടിൽ കാണുന്ന ചില പ്രോട്ടീനുകളെ പറ്റിയ. FTSZ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്, MREB എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്, ക്രിസെന്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ FTSZ എന്ന് പറയുന്നത് യൂക്യാരിയോട്സിലെ മൈക്രോട്യൂബ്യൂൾ ലൈക്ക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. യൂക്യാരിയോട്സിലെ മൈക്രോട്യൂബ്യൂളിന് സിമിലർ ആയിട്ടുള്ള പ്രോട്ടീൻ ആണ് FTSZ എന്ന് പറയുന്നത്. MREB എന്ന് പറയുന്നത് മൈക്രോഫിലമെന്റ് അല്ലെങ്കിൽ ആക്റ്റിൻ ലൈക്ക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. ക്രിസെന്റിൻ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫിലമെന്റസ് ലൈക്ക് ആയിട്ടുള്ള പ്രോട്ടീൻ ആണ്. ഓക്കെ.